അതെ, ചിലപ്പം നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോകണം. അപ്പം നിങ്ങൾ പറയും ഞങ്ങൾ പോരൂല, നീ പോയിട്ട് വാന്ന്. അത് തന്നെ, ഞാൻ തന്നെ. പിന്നൊരു കാര്യം, ഞാൻ ഗുരുവായൂർ പോകുമ്പോൾ മാത്രമേ തട്ടമിടൂ. അതുകൊണ്ടാട്ടോ ഇപ്പം തട്ടമിടാത്ത. ഇനി എല്ലാ വീഡിയോസിലും എടുത്ത് വെച്ച് ഞാൻ പറയും ഗുരുവായൂർ പോകുമ്പോൾ മാത്രമേ തട്ടമിടുള്ളൂ എന്ന്. ഇത് ഹെഡ്സെറ്റ്, നമ്മൾ ചെവിയിൽ വെക്കുന്ന ഹെഡ്സെറ്റ് അല്ല കേട്ടോ, പെയിൻ കില്ലർ ഹെഡ്സെറ്റ്. ഇതാ കാണുന്നുണ്ടോ? അപ്പോൾ നല്ല ഡോസ് ഗുളികയാണ്. ഇതിന് 2 എത്ര വരുമെന്നറിയോ ഗൈസ്? 2 എത്ര? 153 രൂപ. അത്രമേൽ ഡോസുമാണ് ഗൈസ്. ഇത് കുടിച്ച് നോക്കട്ടെ, ചിലപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യേണ്ടി വരും. കുറേ ദിവസമായി വേദനയൊന്നും വരാതെ. അപ്പം മിണ്ടാതിരിക്കടാ. ഞാനും ഓനും ഇവിടെ കുത്തിരുന്ന് അടി കൂടിയിരുന്നു. അപ്പോൾ ഓന് വെള്ളം തരിപ്പ് പോയി. അപ്പോൾ കുറേ ദിവസങ്ങളായി എനിക്ക് തലവേദനയൊന്നും വന്നിട്ടില്ല. അപ്പോൾ 2 ദിവസം മുമ്പ് കാണിക്കാൻ പോയിട്ടുണ്ടായി. ഇപ്പോൾ ഡോക്ടർ ലീവാണ്, അതുകൊണ്ട് കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നാളെ പോയി കാണിക്കണം. അപ്പോൾ ചിലപ്പോൾ ഒരു ഇഞ്ചക്ഷൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ തലൻ്റെ ഈ സൈഡിൽ നിന്ന് കുത്തൽ ഒരു 10-15 ദിവസം കൂടുമ്പോൾ ഇപ്പം പെയിൻ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതുമ്മേലെ നിൽക്കാറുമുണ്ട്. ഇവൻ ഇതിൻ്റെ മുകളിൽ നിന്നിട്ടില്ല വെച്ചാൽ ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം. ഗുളിക വലിയ ഗുളിക കുടിക്കാൻ എനിക്കങ്ങനെ അതിന്മേൽ കോപ്പിറൈറ്റ് വരട്ടെ കേട്ടോ. ആ പറയാൻ പറ്റൂല. ഓന് TV-യിൽ സിനിമ കണ്ടോണ്ടിരിക്കുക. എന്തെങ്കിലും നിസ്സാര കാര്യം മതി യൂട്യൂബിന് വേഗം കോപ്പിറൈറ്റ് തരും. കോപ്പിറൈറ്റ് ഇല്ലാണ്ടിരിക്കാൻ വീഡിയോ ഇടാണ്ടിരിക്കുക. കോപ്പുള്ള വിവരക്കേട് പറയാം. അപ്പോൾ ഞാൻ 1-2 ലൈവ് വരെ ഡിലീറ്റ് ചെയ്യുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. കാരണം എൻ്റെ മോൻ ഇവിടെ കുത്തുന്ന TV ആണ്, ഞാൻ ഇപ്പുറത്ത് ലൈവ് വരും. അപ്പോൾ അങ്ങനെ അങ്ങനെയാണ്. ഓക്കെ, അവന് കോൾ വന്നിനി. ബള വെച്ചില്ലെങ്കിൽ കടന്നല്ലേ, ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സാധാരണ കൈക്കാ കുത്താറ്. എല്ലാവർക്കും കൈക്കിട്ട് കുത്തു, എനിക്ക് കാലിക്കിട്ട് കുത്തു. ലോകത്തില് വെയിനില്ലാത്ത ഒരേ ഒരു സ്ത്രീ ഇവളായിരിക്കും. അല്ല, സജ്ജു ഉണ്ട്. ഏട്ടത്തിക്ക് വെയിൻ കിട്ടൂല കേട്ടോ. ഓള് പറയൂ സിസ്റ്റർ കുത്തി പണിയാക്കിന്ന്. കണ്ട ഗൈസ്, ആവശ്യം പോലെ ഇല്ല, കയറിയില്ല. ഗൈസ് 4-5 കുത്തായി ഗൈസ്. നമുക്ക് ബെഡ് വരാൻ കുറച്ച് പ്രശ്നമാണ്. കയ്യും തന്നെ നോക്കിയാൽ കേട്ടോ. കയ്യുമ്പോ തീരെ കിട്ടുന്നില്ലല്ലോ. അങ്ങനെ തന്നെ വെച്ചോട്ടോ. ബ്ലഡ് പോലും വരുന്നില്ലേ? അവിടെ ബ്ലഡ് പോലും വന്നിക്കില്ല. അവസാനം കിട്ടി ഗായ്സ്. അത് ഫിന്നർകാരൻ കടച്ചിലുണ്ടാവും. ഭയങ്കര കടച്ചിലാണ്, നല്ല കടച്ചിലേക്ക് പോകുന്നല്ലേ. കാല് നല്ല കൈയ്ക്ക് തന്നെ കിട്ടി ഗൈസ്. ഡ്രഗ്സ് അടിക്കുക, ഡ്രഗ്സ്
അതിൻ്റെ ഓരോ കൂടെ ഉള്ളൂ ബാക്കിയൊക്കെ ആക്കി. നമ്മുടെ വേറൊരു ചേച്ചി ഇല്ലേ വണ്ടിമേൽ വരുന്നേ, നിശ്ചയോ? ആ ചേച്ചി എന്താക്കുന്ന വെച്ചാൽ ആ നീഡിൽ ഇങ്ങോട്ട് വലിക്കും, എന്നിട്ട് പിന്നെ അങ്ങോട്ട് കയറ്റും. ഫുള്ള് മരുന്ന് കയറണം എന്ന് പറഞ്ഞു. ഓ ബൈ. കിടന്നോ കേൾക്കണ്ടോ? ഫോട്ടം മാറ്റി തരണം. പഞ്ഞി മാറ്റി തരണം. ഹലോ അങ്ങനെ കുത്തുന്നതന്നെ അവാർഡ് തരണം. അടുത്ത കുട്ടൽ അവാർഡ് നിങ്ങൾക്ക് ആയിക്കോട്ടെ. കുത്തുതേനി കുത്തുന്നതിന് അവാർഡ് വേണം. 2 പ്രാവശ്യം തരണം. ഒരു വേറെ കൂടിയില്ല. ടാറ്റ ബൈ ബൈ. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്തതിൻ്റെ ചെറിയൊരു എന്താ പറയുക സൈഡ് എഫക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ജാതി സാധനം. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു, ഇവിടെ കിടന്നു. അതാണ് സംഭവം. കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും വന്നു. എന്നുവെച്ചാൽ എനിക്ക് ചില ഫുഡ് പിടിക്കൂല, ആ ഫുഡ് നോക്കിയിട്ട് തന്നെ ഞാൻ തിന്നും. വല്ലാത്തൊരവസ്ഥ. എന്നാൽ ഡോക്ടറിനോട് ചോദിച്ചാൽ അവോയ്ഡ് ചെയ്തൂടെ, പക്ഷെ പരീക്ഷണങ്ങൾ ഇങ്ങനെ. അപ്പോൾ ഏതായാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ദൈവത്തിൻ്റെ കാലിൽ അപ്പം അങ്ങനെയാണ്. അവൻ്റെ കാല് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇനി കൊതു കടിച്ചതാ. നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ കട്ടിൽമ കയറി നിൽക്കുകയാണ്. കട്ടിൽമേലൊന്നും കേട്ടോ ഗൈസ്, തറയാണ്, തറയിലാണ്. അപ്പോൾ ഓക്കെ ബൈ.